അപ്പോൾ സാധാരണ നിലപാടിൽ വാൾപേപ്പറും പെയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഏതിനാണ് കൂടുതൽ വരിക? ഞാൻ കാര്യം ശരിക്കും ഈ പറയുന്ന രണ്ട് കിച്ചൻ്റെ ആവശ്യം ഒരു വീട്ടിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന സ്ക്വയർ റാഡാണോ നല്ലത്, ട്യൂബുകളാണോ ജനലുകൾ കൊടുക്കാൻ ബെസ്റ്റ്? അപ്പോൾ ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട് ഇൻറ്റീരിയറിൻ്റെ മേഖലയിൽ. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഈ ഒരു പ്ലൈവുഡ് ഇത് ഈ ഒരു ഗ്രേഡിലാണ് എന്ന് ക്ലയൻറ്റിന് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ട ഒരു പരിപാടി? നമസ്കാരം, ഞാൻ വിഷ്ണുജൻ, വീഡിയോ വിഷ്ണുജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. 1900 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് വെറും 6 സെന്റിൽ നിർമ്മിച്ച ഒരു സുന്ദര സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീട് നിർമ്മിച്ച ആളിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ വളരെ ക്ലോസ് സുഹൃത്താണ്. ഒപ്പം ഞങ്ങളുടെ ഒരു ഓൺടർപ്രണേഴ്സിൻ്റെ ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള സ്പേസിൽ മധുഭാസ്കരൻ സാറിൻ്റെ സ്പേസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ഞങ്ങളുടെ വളരെ ക്ലോസ് സുഹൃത്താണ് ലിൻസൺ ജോളിയാണ് ഈ വീട് നിർമ്മിച്ചത്. നമസ്കാരം. നമസ്കാരം. വീട് ബൈ വിഷ്ണു വിജനിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ്, സുഖമായിട്ടിരിക്കുന്നു? പിന്നെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതൊരു 1900 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സ്വപ്ന ഭവനമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 6 സെന്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്? ഇത് കടപ്പ സ്റ്റോൺ ആണ്. ഇതിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ്സ് ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള റോളിംഗ് ഗേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 80x40 സൈസിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 80x40 സൈസിൽ 50-25 ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ വളരെ എന്താ പറയണ്ടേ, വളരെ ഭംഗിയായിട്ടാണ് അതിന്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ നമ്മൾ കോമ്പൗണ്ട് വാളും ഗേറ്റ്സും എല്ലാം കൂടി എത്ര അപ്രോക്സിമേറ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട്? നമുക്ക് അതിന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 4 lakhs ആണ്. 4 ലക്ഷമാണ് അഡീഷണൽ ആയിട്ട് വന്നത്. പിന്നെ ഇവിടുത്തെ ഈ കിണർ, ഈ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു കിണർ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്? അല്ല, നമുക്കിത് ചെറിയൊരു പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കാർ കയറണം, then ഒരു ബൈക്ക് കയറണം. അപ്പോൾ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിണറിൻ്റെ ഒരു സ്പേസിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് മാറ്റിയത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ടും കൂടെ ആക്കാം. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു പാറ്റിയുണ്ട്, അതിൽ കണക്ട് ചെയ്യാനുള്ള പ്ലാനും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിനി ഇവിടെ വരുമ്പോൾ ഇത് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്കോപ്പാണ്. ഞാൻ ലിൻസനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സിറ്റ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. വലിയ സിറ്റ് ഔട്ട് വേണോ, ചെറിയ സിറ്റ് ഔട്ട് വേണോ? ഒരു എലിവേഷൻ, അതായത് ഒരു കണ്ടംപററി ഡിസൈൻ ആണല്ലോ, ഈ എലിവേഷനെ ബാധിക്കുന്ന രീതിയിലാണ് ഈ സിറ്റ് ഔട്ട്സ് പലപ്പോഴും വരിക. അപ്പോൾ ഈ സിറ്റ് ഔട്ട്സിൻ്റെ സൈസ് ചെറുത് ചെയ്യുന്നതാണോ വലുത് ചെയ്യുന്നതാണോ ലിൻസൻ്റെ ഒരു അഭിപ്രായം? അത് ആക്ച്വലി നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വീടിൻ്റെ പ്ലോട്ടിൻ്റെ വിഡ്ത്ത്, ഫ്രണ്ടിലെ വിഡ്ത്തിനെ നമ്മൾ വീടിൻ്റെ എലിവേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. സോ നമുക്ക് വിഡ്ത്ത് കൂടിയിട്ടുള്ള ഒരു എലിവേഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് നമുക്ക് സിറ്റ് ഔട്ട് കുറച്ചുകൂടി വിഡ്ത്ത് വന്നു കഴിഞ്ഞാലും അത് ബി ബെറ്റർ. പക്ഷേ ഇതുപോലെ വിഡ്ത്ത് കുറഞ്ഞിട്ട് ലെങ്ത്ത് കൂടിയ ഒരു പ്ലോട്ടിലേക്ക് വരുമ്പോൾ, ഈ ഒരു പ്ലോട്ട് അങ്ങനെയാണ്, അങ്ങനെ പ്ലോട്ടിലേക്ക് എപ്പോഴും സിറ്റ് ഔട്ടിനെ ഒതുക്കുന്നതാണ് കുറച്ചുകൂടി ആ ഒരു കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അതായത് വിഡ്ത്ത് കൂടിയാൽ സിറ്റ് ഔട്ടിൻ്റെ ഗ്യാപ്പ് കൂടണം, എന്നാലാണ് എലിവേഷനെ വൃത്തിയാവുക. വിഡ്ത്ത് കുറയുന്നിടത്ത് ലെങ്ത് കൂടുന്നിടത്ത് സിറ്റ് ഔട്ടിന്റെ ഗ്യാപ്പ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. ആരും ഇതുവരെ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വെയിൽ എന്താല്ലേ, ഒരു രക്ഷയില്ല. ഓരോ ദിവസം വെയിൽ കൂടുന്നു, ചൂട് കൂടുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ നമ്മളുടെ ഡോറാണ്. ഈ ഡോർ ശരിക്കും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ ആഡംബരമൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തേക്കൂട്ടിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ എലിവേഷൻ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, വളരെ മിനിമലായിട്ടാണ്. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു, വളരെ മിനിമലായിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ വേണമെന്നുള്ളത്. അപ്പോൾ പ്ലോട്ടിനെയും നമ്മൾ ഈ പ്ലോട്ട് ഇരിക്കുന്ന ചുറ്റുപാടിനെയും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷനെ വളരെ മിനിമലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോറും അതിനോട് എലിവേഷനോട് മാച്ചാവുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്വപ്ന ഭവനത്തിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അകത്ത് കടക്കുമ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്? ഇങ്ങനെയായിരുന്നു ഈ പറയുന്ന ഒരു ചെറിയ ഒരു ഏരിയയിൽ ലിവിങ് സ്പേസ് അങ്ങനെയായിരുന്നു തീരുമാനിച്ചത്? നമ്മൾ എലിവേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴും അവർക്ക് അധികം റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് നമ്മളെ സമീപിച്ചത്. സോ എല്ലാം നമുക്ക് തന്നെ വിട്ടുതരാണ് ഉണ്ടായത്. നിങ്ങൾ ഇതൊരു വളരെ മിനിമൽ ആയിരിക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇവിടെ ഇന്റീരിയർ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഡൈനിങ് റൂമുമായിട്ട് നമ്മുടെ ഫോർമൽ ലിവിങ്, നമുക്ക് ഫാമിലി ലിവിങ്ങിന് ഒരു പാറ്റിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോർമൽ ലിവിങ്ങിന് നമ്മൾ ഈ ഒരു സ്പേസ് ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്.
അതായത് നമ്മളിപ്പം ലിവിംഗ് റൂം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഫോർമൽ ലിവിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇനിയും ഫാമിലി ലിവിങ്ങിനും അതുപോലെ ഡൈനിങ്ങിനും ഉള്ള സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫാമിലി ലിവിങ്ങിന് വേണ്ടി ഒരു ഏരിയ മൊത്തത്തിൽ വിട്ടിട്ടുണ്ട്, അവിടെ തന്നെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനോട് ചേർന്നിട്ട് ഒരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. പാറ്റിയോ കം ഫാമിലി ലിവിംഗ് എന്നും വേണമെങ്കിൽ അവിടെ പറയാം. ആ രീതിയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലോട്ടിൽ എന്തായിരുന്നു നിങ്ങൾ ഇട്ട ഒരു എഫർട്ട്? ആക്ച്വലി ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് വളരെ ചെറിയ സ്പേസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ഒരു ഓപ്പൺ കൺസെപ്റ്റ് കൊണ്ടുവരുന്നില്ലെങ്കിൽ, ഇപ്പോൾ കിച്ചൺ ഓപ്പൺ അല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു പാറ്റിയോ നമ്മൾ എൻട്രൻസ് കൊടുത്തില്ല, ലിവിങ് ഡൈനിങ് എൻട്രൻസ് വളരെ ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഓപ്പൺ അല്ല എങ്കിൽ ഇത് ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യും. ആക്ച്വലി കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാനാണ് ഇങ്ങനൊരു ഡിസൈൻ പാറ്റേൺ ഓപ്പൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഈ കൺജഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഓപ്പൺ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓഫ് കോഴ്സ്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റെപ്സ് ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്സിൻ്റെ താഴെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളിവിടെ ഒരു ഫാമിലി ലിവിംഗ് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫർണിച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഫർണിഷ് ചെയ്ത് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിലും മെയിൻറ്റെയിൻ ഒരു മൾട്ടിപർപ്പസ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്റ്റെപ്സ് കൊടുക്കുമ്പോൾ സ്റ്റെപ്സിൻ്റെ ഈ അടിഭാഗത്ത് യൂട്ടിലൈസേഷൻ ഏരിയയ്ക്ക് പല സ്കോപ്പുകളുണ്ട്. ലിൻസന്റെ ഐഡിയയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഈ സ്റ്റെപ്പിന്റെ അടിയിലത്തെ ഭാഗം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടിന്റെ ഭാഗത്ത്? അത് ആക്ച്വലി ഈ സ്റ്റെപ്പിൻ്റെ റേസും ലാൻഡിങ്ങും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവിടെ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻവെർട്ടേഴ്സ് അങ്ങനെ പല കാര്യങ്ങളായിട്ട് സ്റ്റോറേജിന് കാണാം. ദെൻ ചില ഏരിയകളിൽ നമ്മൾ വരുമ്പോൾ ലോൺ ചെയ്യാറുണ്ട്, കുറേ പ്ലാൻസ് ചെയ്യാറുണ്ട്, ഡെക്കറായിട്ട് ചെയ്യാറുണ്ട്. ചില ഏരിയസിൽ ചെയ്ത് പല പ്രോജക്റ്റുകളും സ്റ്റഡി ഏരിയ ചെയ്യാറുണ്ട്, മൾട്ടിപർപ്പസ് ഏരിയ ചെയ്യാറുണ്ട്. ദെൻ ഇതുപോലെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് സ്കോപ്പുകളുള്ള ഒരു ചെറിയൊരു ഏരിയ പോലും വെറുതെ കളയരുത് എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു കോൺസെപ്റ്റ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് എഫക്റ്റീവായിട്ട് ആ വീട് മാറുന്നത് അല്ലേ? അതിനൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളൊരു അതെ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാറ്റിയോ സ്പേസ് കൊടുത്തിരിക്കുന്നത്. പാറ്റിയോ സ്പേസ് സാധാരണ നമ്മളുടെ ഈ പുറത്തുള്ള മതിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഏരിയ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഇവിടെ എന്താണ് സെപ്പറേറ്റ് ആ ഒരു ഏരിയ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാതിരുന്നത്? ശരിക്കും വീടിന് ചുറ്റും നടക്കാനായിട്ടൊരു സ്പേസ്, നമുക്ക് രാവിലെ എന്നിട്ട് നടക്കണം, അല്ലെങ്കിൽ മുറ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു രീതിയിലും ക്ലോസ് ആവാതിരിക്കാനാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്ട്രക്ചറിൽ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നു. UPVC വിൻഡോസിന് നമ്മൾ വേറെ അയണിൻ്റെ പൈപ്പിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നും കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു അത്. അല്ല, അപ്പോൾ അയൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു പ്രശ്നത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പൂജാ റൂം സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പൂജാ റൂം സ്പേസ് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എല്ലാ റിക്വയർമെന്റ്സുകളും മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലേക്ക് വരുമ്പോൾ ഇത് ഷോ കിച്ചൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണോ ചെയ്തിരിക്കുന്നത്? എക്സാക്ട്ലി. ഫസ്റ്റ് കിച്ചൺ, മെയിൻ കിച്ചൺ. അപ്പോൾ ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മീൻസിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ക്ലയൻസിനോട് നമ്മൾ ഇട്ടേക്കുന്ന ഈ പറയുന്ന പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറൈൻ പ്ലൈവുഡ് തന്നെ 710 ഗ്രേഡാണ് കൊടുക്കുന്നത്. അത് എങ്ങനെ നമുക്ക് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റും? കാര്യം ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട് ഇന്റീരിയറിൻ്റെ മേഖലയിൽ. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഈ ഒരു പ്ലൈവുഡ് ഇത് ഈ ഒരു ഗ്രേഡിലാണ് എന്ന് ക്ലയൻറ്റിന് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ട ഒരു പരിപാടി? ആക്ച്വലി നമ്മളതിനെ വളരെ സിമ്പിളായി ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ബോർഡ് കൊടുത്താലും ബ്രാൻഡായി നിൽക്കുന്ന മാർക്കറ്റിൽ ഏറ്റവും നല്ല ബ്രാൻഡായി നിൽക്കുന്ന കമ്പനികളായിരുന്നു. ഇപ്പോൾ ട്രോജൻ, ഗ്രീൻ പ്ലേ, അങ്ങനെ പല നല്ല ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ വലിയൊരു കൺവിൻസിങ്ങിന്റെ ആവശ്യമില്ല. ആ സാധനം 710 ഗ്രേഡ് തന്നെ ആയിരിക്കും ആ കമ്പനിയുടെ പ്രൊഡക്റ്റ്. പിന്നെ വേണമെങ്കിൽ ആ കമ്പനിയുടെ ആ പ്രൊഡക്റ്റിന് നമുക്ക് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഓഫ് കോഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ നമ്മളിനി കിച്ചന്റെ ഈ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലെല്ലാം ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുന്നു, താഴെയെല്ലാം മൈക്ക ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മൈക്ക പ്ലസ് ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മൈക്ക ലാമിനേഷൻസിനെല്ലാം ഈ കളർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ചെയ്തിരിക്കുന്നതും ഈ മറൈൻ പ്ലൈവുഡ് മൈക്ക ആ ലാമിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇന്റീരിയർ എല്ലാം കൂടി, അതായത് നമ്മുടെ സീലിങ്ങും അതുപോലെ തന്നെ താഴെ ഉള്ള സംഭവങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്? ഓൾമോസ്റ്റ് ഒരു 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ഒരു വൈറ്റ് ബീച്ച് കളർ സാധനമാണ് കൊടുത്തിരിക്കുന്നത്. 4x2 ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ വർക്ക് ഏരിയ കിച്ചണും കൊടുത്തിട്ടുണ്ടല്ലോ. വർക്ക് ഏരിയക്കുള്ള സ്കോപ്പും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കിച്ചണും ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും എത്ര ചെറിയ പ്രൊജക്റ്റിലാണെങ്കിൽ പോലും വർക്ക് ഏരിയ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ കാരണം ഷോ കിച്ചണുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അതേ പർപ്പസിൽ തന്നെയാണ്. വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മെയിൻ കിച്ചൺ ഉപയോഗിക്കാറുള്ളൂ എല്ലാവരും.
അതല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ പറയുന്ന 2 കിച്ചൻ്റെ ആവശ്യം ഒരു വീടിനുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. അത് നമ്മുടേതായ കാഴ്ചപ്പാടി പറയാം. ഒന്ന്, സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നത് അവർക്ക് മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യും. അതായത് ഇവരുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് ഫുഡ് മേക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സെക്കൻഡ് കിച്ചൺ ഉപയോഗിക്കാം. മെയിൻ കിച്ചൺ എന്ന് പറയുന്നത് അത് എന്തിനാണെന്നുള്ള ചോദ്യം. ഇപ്പം നമുക്കൊരു ഫാമിലി ഗ്യാതറിങ് നടക്കുന്നു, നമുക്ക് ഇവിടെ നിന്നൊരു കോഫി കുടിക്കണം, അതിനവിടെ പോയി സെക്കൻഡ് കിച്ചൺ ചിലപ്പോൾ എല്ലാം ദൂരെ ആയിരിക്കാം. നമുക്കിവിടെ സംസാരിച്ചുകൊണ്ടൊരു കോഫി ഉണ്ടാക്കണം, സംസാരിച്ചുകൊണ്ടൊന്ന് ചെറിയ കാര്യം കുക്ക് ചെയ്യണം, ഒന്ന് ചൂടാക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വളരെ ബിസി ലൈഫാണ് എല്ലാവരുടെയും. അപ്പം ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി തമ്മിലൊന്ന് കാണുന്ന സാഹചര്യം, വൈഫും ഹസ്ബൻഡും ഒക്കെ തമ്മിൽ കാണുന്ന സാഹചര്യം. അപ്പോൾ ഈ കാണുന്ന സാഹചര്യത്തിൽ ഒരാൾ ലിവിങ് റൂമിലും ഒരാൾ കിച്ചണിലും ആയിരിക്കും. സോ അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പോലും, സംസാരിച്ചാൽ കേൾക്കില്ല, സൗണ്ട് കേൾക്കില്ല. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കിച്ചൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ലതാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള ആ ഒരു കുടുംബം മാത്രം ഉള്ളവർക്ക് ഈ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGC ബീന എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണിയിട്ടു. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGC ബീന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന, കായംകുളം. അപ്പം നമ്മൾ ഇനിയും ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണ്. താഴെ ഒരു ബെഡ്റൂം ആണല്ലോ അല്ലേ? അതെ. അപ്പം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണ്. മാസ്റ്റർ ബെഡ്റൂം വളരെ മനോഹരമായിട്ട്, അതായത് സ്ഥലം കുറവാണ് എങ്കിലും അത് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇതിനകത്തൊരു സംഭവം ചെയ്തത്? വീടിൻ്റെ ഇൻറ്റീരിയറിലെ കൺസെപ്റ്റ് ഒരു മിനിമലാണെന്ന് പറയുന്ന പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലും നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അധികം വലിയ വർക്കുകളൊന്നും കുത്തിനിറച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ വാർഡ്രോബ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മൈക്ക ലാമിനേഷനാണ്, മാറ്റ് ഫിനിഷ് മൈക്കയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ആ ഗ്രേ ഷെയ്ഡ് വൈറ്റുമായിട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പിക്ചറേ മാറി, അതിൻ്റെ ഒരു ലെവലേ മാറി. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും കോസ്റ്റ് കുറയ്ക്കുന്ന വീടുകളിൽ വാൾപേപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഇത് പെയിൻറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിലപാടിൽ വാൾപേപ്പറും പെയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഏതിനാണ് കൂടുതൽ വരിക? ഇത് വാൾപേപ്പറിനായിരിക്കും കൂടുതൽ. പിന്നെ ഞാൻ ഇപ്പം 3 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് വാൾപേപ്പർ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് എന്താ പറയാനുള്ളത്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ അത്രയും ഉള്ള വാൾപേപ്പറിലേക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ കുറഞ്ഞ വാൾപേപ്പറിൽ, അതിലും അല്ലാത്ത വാൾപേപ്പറൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഡിസൈൻ പാറ്റേണൊക്കെ ഭയങ്കര ഔട്ട്. അതായത് പണ്ടത്തെ പ്രിൻറ്റിങ് ആയിരിക്കും. ഒരു 10 വർഷം മുമ്പുള്ള പ്രിൻറ്റോ 5 വർഷം മുമ്പുള്ള പ്രിൻറ്റോ ഒക്കെ ആയിരിക്കും, മേ ബി അറിയില്ല. എനിവേ അതൊന്നും ഇനി സെല്ലാവില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു പ്രൈസിന് കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മളുടെ ഒരു ഡിസൈനിലേക്ക് നമ്മൾ എടുക്കില്ല. അപ്പോൾ സോ ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു മിനിമൽ കൺസെപ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു വാൾപേപ്പറിൻ്റെയും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഒരു പ്ലെയിൻ ഷെയ്ഡ്സ്. ഈ കൊടുത്തിരിക്കുന്ന ജനലുകളെല്ലാം തന്നെ സാധാ ഒരു സിമ്പിൾ മോഡൽ ചെയ്തിരിക്കുന്നു. പലയിടത്തും പല ആൾക്കാരും ആവശ്യമില്ലാതെ സ്റ്റീലിൻ്റെ ട്യൂബൊക്കെ വെച്ച് കൊടുക്കുന്നത്. സ്റ്റീലിൻ്റെ ട്യൂബ് കൊടുക്കുന്നതിന് സത്യത്തിൽ ഒരു സ്ട്രെങ്തും ഇല്ല. അത് 304 ഗ്രേഡ് ആണോ 202 ഗ്രേഡ് ആണോ, ഇത് ഏത് ഗ്രേഡിലാണ് ഈ കൊണ്ടൊന്ന് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയില്ല. എന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ ട്യൂബ് എനിക്ക് അറിയില്ല ഏതാണ് നല്ലത്. അപ്പോൾ എന്തായിരിക്കും അവർക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി അറിയില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന സ്ക്വയർ റാഡാണോ നല്ലത്, ട്യൂബുകളാണോ ജനലുകൾ കൊടുക്കാൻ ബെസ്റ്റ്? നമുക്ക് എപ്പോഴും സ്ക്വയർ റാഡ് തന്നെയാണ് നല്ലതെന്നാണ് നമ്മുടെ സജഷൻ. നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും ഇത് തന്നെയാണ് ചെയ്യുക. ഇത് പോളിഷ് റാഡ് അല്ലേ ചെയ്തേക്കുന്നത്? പോളിഷ് റാഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജനലുകൾ മേക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പം വിൻഡോസ് തന്നെ മെറ്റലിൻ്റെ വിൻഡോസ് ഒരുപാടുണ്ട്. ഈ ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ വളരെ മനോഹരമായിട്ട് ഈ കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനൊരു കാരണം? അങ്ങനെ ചെയ്യാൻ ഉണ്ടായിരുന്ന സ്പേസ് യൂട്ടിലൈസേഷൻ ആണോ? അതെ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് പോർഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു വളരെ ഒരു എലമെന്റ്സ് ഒക്കെ കൊടുത്ത്, മനോഹരമായ എലമെന്റ്സ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ബാത്റൂം സൈഡിലേക്ക് പോകാം. ബാത്റൂം ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സ്പേസ് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 2 കോമ്പിനേഷൻ, അതായത് ഡാർക്ക് ഗ്രേയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു ടൈലാണ്, മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വാഷ് ബേസിനും എൻ്റെ ഫിറ്റിങ്സും എല്ലാം സെറാ ബ്രാൻഡിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ പറയുന്ന വീടുകളിൽ ഇപ്പോൾ ജാഗ്വാർ, ക്രോഹെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കൂടിയ ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകളാണോ നല്ലത്? ഇതുപോലെ മീഡിയം സ്കോപ്പ് സെറ, ജോൺസൺ, സൊമാനി അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നതാണോ നല്ലത്? അത് ആക്ച്വലി ബഡ്ജറ്റിൽ നിൽക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റിലേക്കുള്ള വീട് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഇതുപോലുള്ള സെറ, സൊമാനിയൊക്കെയാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെയാണെന്ന് വെച്ചാൽ സർവീസ് വളരെ വളരെ സൂപ്പറാണ്. നമുക്ക് വളരെ പെട്ടെന്ന് സർവീസ് കിട്ടും. എക്സാക്ട്. കോസ്റ്റും കുറവായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് വളരെ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ഇതുവരെ വരാറില്ല. അപ്പോൾ നമ്മൾ ഇനി മുകളിലേക്ക് കിടക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ, അതായത് ട്യൂബിൽ സ്ക്വയർ റാഡ്
ഘടിപ്പിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വലിയ ഗ്ലാസ്സിൽ റെയിലൊന്നും കൊടുക്കാതെ നോർമൽ സാധനം കൊടുത്തപ്പോൾ ഇതിൻ്റെ ഭംഗി തന്നെ വേറൊരു ലെവലായി, വേറൊരു സംഭവമായി. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? ഹാൻഡ് റെയിൽസ് വലിയ കൂടിയ സാധനം ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നമ്മളൊരു മിനിമൽ തീം, നമ്മൾ ഇന്റീരിയറിന് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തീം തന്നെ ഹാൻഡ് റെയിലിന് ഫോളോ ചെയ്തതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഒരു ചെറിയ ഏരിയ ടിവിക്കുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടിരിക്കുന്നു. പിന്നെ ആ ഒരു ഏരിയ വളരെ മനോഹരമായിട്ട് തന്നെ യൂട്ടിലൈസേഷൻ വന്നിട്ടുണ്ട്. സാധാരണ ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത്, സാധാരണ നമ്മൾ വീട് നിർമ്മാണ സമയത്ത് നമ്മൾ ഡബിൾ ഹൈറ്റ് സ്പേസ് വീടിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് എയർ സർക്കുലേഷൻ കൂടുതൽ വന്നിരും. അതുകൊണ്ടാണോ ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുക്കുന്നത്? അതാണോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇന്നത്തെ ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ? വൺ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയാം. ഡബിൾ ഹൈറ്റ് കൊടുക്കുന്തോറും എയർ എപ്പോഴും ചൂട് എയർ മേളിലേക്കാണ് സഞ്ചരിക്കുക. ഇതിനെ പുറത്ത് നമുക്ക് കളയുവാനായിട്ട്, ചൂട് എയർ മേളിലേക്ക് വരുന്ന എയറിനെ പുറത്ത് കളയാനായിട്ടുള്ള വെന്റിലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ, അത് പല വീട്ടിലും പല രീതിയിലാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. അത് പല ആൾക്കാരും ഇപ്പോൾ അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വീട് നിർമ്മാണ സമയത്ത് അത് വളരെ സ്പെസിഫിക്കലി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുകളിലുള്ള, ഇവിടെ 2 ബെഡ്റൂംസ് ആണ് ടോപ്പിലുള്ളത്. ഒരു ബെഡ്റൂം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ 2 കളർ കോമ്പിനേഷൻ കൊടുത്ത് അഡ്രസ് പോർഷനിൽ വേറൊരു പെയിന്റിന്റെ ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ നിലപാടിൽ ഇപ്പം നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫർണിച്ചേഴ്സിലൊക്കെ വരുന്ന സമയത്ത് ഈ നമ്മൾ ഫർണിച്ചർ കടയിൽ പോയിട്ട് ആണ് ഫർണിച്ചേഴ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ സാധാരണ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഡിസൈൻസ് എടുത്തിട്ട് അത് ചെയ്തു കൊടുക്കുക ചെയ്യും, കസ്റ്റമൈസ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ക്വാളിറ്റി, ഇതിനകത്തെ ക്വാളിറ്റി നമുക്ക് ക്ലയന്റിന് അഷ്വർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ? എക്സാക്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അതേപോലെ അഷ്വർ ചെയ്യാൻ പറ്റും. ഈ ഫർണിച്ചർ ഷോപ്പുകളിൽ ഇപ്പോൾ ഈ ഓഫർ, കട കാലിയാക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബ്ലോഗേഴ്സ്, ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ ഇട്ടുന്ന കണ്ടിട്ടുണ്ട്. ഒരു പേരിന് ഇത്ര, പക്ഷെ അതൊക്കെ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ലതായിരിക്കും ഈ ഫുൾ ത്രൂ ഔട്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ആർക്കിടെക്റ്റിനെ ഒരു വീട് നിർമ്മാണത്തിന് കിട്ടുകയാണെങ്കിൽ. അതിലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫർണിച്ചറിന് വേണ്ടി കിട്ടുന്ന ഫർണിച്ചർ, അപ്പോൾ നമുക്ക് മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ റൂമിന് ആപ്റ്റാവുന്ന ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഒരു ബെഡ്റൂമിന് ഒരു തീം ഉണ്ടാവും, കളർ തീം ഉണ്ടാവും, പക്ഷേ പല കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അതിനോട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിസൈൻ അതിനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടാറുള്ളൂ. പൊതുവേ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടില്ല എന്നല്ല, പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ സോ ആ വീടിൻ്റെ ആ റൂമിൻ്റെ കളർ പാറ്റേണും ആ ബ്ലൈൻഡ്സും മറ്റ് വാർഡ്രോബ്സും ഇതെല്ലാം മാച്ചാവുന്ന ഒരു കോട്ട് ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാനാണെങ്കിൽ ഈ രീതിയിലുള്ള. അപ്പം നമ്മളുടെ ഈ സ്വപ്ന ഭവനം നമ്മൾ മൊത്തം കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായ എക്സിക്യൂഷൻ ആയിരുന്നു. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് 45 lakhs ആണ്. പ്ലസ് ഇൻറ്റീരിയർ എല്ലാം കൂടി വന്നിരിക്കുന്നത് ഒരു 13 lakhs ആണ്. പിന്നെ ലാൻഡ്സ്കേപ്പ്, കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ 4 lakhs ആണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. വളരെ മനോഹരമായ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ സമയത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടുത്തെ സാറും വൈഫും എന്ത് ചെയ്യുന്നു? ഇവരെന്താണ് അവരുടെ? NRIs ആണ്. അവർ രണ്ടും NRIs ആണ്. അല്ല, ഹൗസ് വൈഫാണ്. ഒരാൾ UAE-ലാണ്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലാണ് ഇവിടെ തന്നെ. അപ്പം അവരുടെ കൂടെ എനിക്ക് ഈ ചാനലിന് ഇവിടെ വന്ന് എടുക്കാനുള്ള അനുവാദം തന്നതിന് 100% നന്ദി ഞാൻ പറയുന്നു. അപ്പം ലിൻസനും എന്നെ വിളിച്ചിട്ട് ഈ വീട് ചെയ്യിക്കാൻ സാധ്യത ഒരുക്കി തന്നതിന് അങ്ങേറ്റം നന്ദി. അപ്പം നമ്മുടെ വീട്, അതായത് പുതിയൊരു കുറേ കോൺസെപ്റ്റുകളുമായിട്ട് ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഒപ്പം മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.